ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. ഉണ്ടാവും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഇത് തെറ്റാണ്, നമ്മൾ തെറ്റാവണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ലല്ലോ ആരും. അതെ. ഇത് എപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ, ഇതർ ഒരു അപകടത്തിൽപ്പെടണം. അതെ. എന്തെങ്കിലും ഒരു അത്തരത്തിലൊരു അപകടത്തിൽ പെടുന്ന സമയത്ത് ഒരു ഫണ്ട് ലോസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അതിലോട്ട് നോക്കാനുള്ളൊരു ആ ഒരു മനസ്സ് നമ്മൾ കാണിക്കുന്നത്. അതെ. അത് തെറ്റ് ശരി എന്നുള്ളതല്ല, ഉം. നമ്മൾ ടെക്നിക്കലി അതിൽ ഇൻവോൾവ് ആകുമ്പോൾ ഇതിലോട്ട് നോക്കാനുള്ള സമയം നമ്മൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കില്ല എന്നുള്ളതാണ്. ഉം. എല്ലാം നമ്മളുടെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കും. മനസ്സെന്ന് പറയുന്നത് 5 കാര്യങ്ങളുണ്ടെങ്കിൽ അത് 50 ആക്കി കാണിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്കിതിൽ ഏതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, ഏതാണ് ഇഗ്നോർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് സത്യത്തിൽ അവിടെ അത് ഇല്ലാണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊന്ന് ഫ്രീ ആവുക. ഉം. ഫ്രീ ആയിട്ട് മുകളിൽ നിന്ന് നമ്മളുടെ ഈ സ്ഥാപനത്തിനെ ഒന്ന് മറ്റൊരാൾ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഹനീഫിക്കാണ്, ഹനീഫിക്കിൻ്റെ ബിസിനസ്സിലാണ്, ഹനീഫിക്ക് ഇപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നു. ഹനീഫിക്ക ആ മാനേജ്മെൻറ്റ് പൊസിഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ മാനേജറെ ഒന്ന് പുറത്ത് നിന്നുകൊണ്ടൊന്ന് വീക്ഷിക്കുക. അതെ, അതെ. ഈ പറയുന്ന ഹനീഫ എന്ന് പറയുന്ന ആള് ഇത് ചെയ്യുന്ന ഈ കാര്യങ്ങൾ എങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയോട് നോക്കുമ്പോൾ നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കും. വേറെ ഒരു കാഴ്ചയായിരിക്കും, മറ്റൊരു കാഴ്ചയായിരിക്കും. ബെറ്റർ ആയിട്ട് എങ്ങനെയൊക്കെ ഇതിങ്ങനെയാണോ, ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നില്ലേ. ഇത് ഒരുപാട് മെഡിറ്റേഷനും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം ആ ഹനീഫ ഇവിടെ വന്നിട്ട് ഈ ഹനീഫയായിട്ട് ഇരിക്കുന്ന സമയത്ത് അതേ മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നും കാണില്ല. നമ്മൾ എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഈ സീറ്റിൽ ഇപ്പൊ ഈ ഒരു ആൾ ഇരിക്കുമ്പോൾ ഫുൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ? അതെ, ചിലപ്പോൾ പുറത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അയാളുടെ അസൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഈ രീതിയിൽ തന്നെയാണോ, അത് തന്നെയാണോ അയാൾ ചെയ്യുന്നത്. വേറെ പ്രോബ്ലംസ് വരുന്നു, നമ്മളത് ഇപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്നൊരു മറ്റൊരു പ്രോബ്ലം വന്നു, പെട്ടെന്ന് അത് ചെയ്യേണ്ടതാണ്, ആരുമില്ല, നമ്മൾ എടുത്തിയാടി ചെയ്തു കഴിഞ്ഞാൽ നമുക്കും മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനായി. കാരണം എന്താ, ഒരു ടാസ്ക് നമ്മൾ സെൽഫ് അസൈൻ ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ആ നിർവൃതി, അതായത് സന്തോഷം നമുക്കുണ്ടാവും. പക്ഷേ ഈ കസേരയിൽ വന്നിരിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണോ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിരുന്നോ എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതൊരു റോങ് ഡിസിഷനായിട്ട് മാറും. നമ്മൾ ഈ ഒരു ഓപ്പറേഷനിലായിരിക്കുമ്പോൾ ചിലപ്പോൾ പലതും കാണില്ല. അവനവൻ്റെ വീട്ടിൽ തന്നെ, നമ്മൾ വീട്ടിലാണകത്തുള്ള ജീവിക്കുന്നത്, വീടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം കാണണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് വലിയൊരു കലയാണ്. അത് ചിലപ്പോൾ സാധാരണഗതിയിൽ തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. ഇത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാമെന്ന് കരുതും, അത് കഴിയാറുണ്ടാവില്ല. അങ്ങനെയാണ്. അതെ, ഇത് ഒരു ഡെലിബറേറ്റ് ആക്ഷനാണ്. ഞാനിത് ചെയ്തിരിക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഇങ്ങോട്ടൊന്ന് നോക്കുക. അതെ, മറ്റുള്ളവരെയൊക്കെ നമ്മൾ നോക്കാൻ മിടുക്കരാണ്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനൊക്കെ നമ്മൾ മിടുക്കരാണ്. നമ്മളെ ജഡ്ജ് ചെയ്യാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ജസ്റ്റിഫൈ ചെയ്യും, ജഡ്ജ് ചെയ്യുക. നമ്മളുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ലോയർ ആവും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജഡ്ജ് ആവും, അല്ലേ? ഇങ്ങനെയാണല്ലോ പൊതുവെ വരുന്നത്. അപ്പം നമ്മളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് മാറി നമ്മൾ പുറത്ത് ഇറങ്ങി നമ്മളൊരു ജഡ്ജ് ആവുക. നമ്മളെ തന്നെ വിലയിരുത്തുക. ഞാൻ ഈ ചെയ്ത ഇത് ഈ രീതിയിൽ തന്നെയാണോ, ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നോ പറയേണ്ടത്, ഞാൻ ഇന്ന് അയാൾക്ക് കൊടുത്ത റെസ്പോൺസ് ഈ രീതിയിൽ തന്നെയായിരുന്നോ, അത് ഇതിലും ബെറ്റർ ആയിട്ട് എനിക്കിത് ചെയ്യാമായിരുന്നോ, ആ കസ്റ്റമറെ ഞാൻ ഡീൽ ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയിയോട് മറുപടി കൊടുത്തത് അത് ഞാൻ ശരിയായ രീതിയിലാണോ ചെയ്തത്, അല്ലെങ്കിൽ ഈ ഹനീഫ ചെയ്തത് ശരിയായിരുന്നോ എന്നുള്ളത് നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ നമുക്കതിൻ്റെ